150 കോടി ക്ലബിലെത്തിച്ച 3 സിനിമകളാണ് 2018 മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം. ഈ 3 സിനിമകളും അതിജീവനത്തിന്റെ കഥയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവ മൂന്നും യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 2018 ഒരു ജനതയുടെ അതിജീവനമാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിലൂടെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ അതിജീവനമാണ് കാണിക്കുന്നത്. എന്നാൽ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ 2 മനുഷ്യരുടെ അതിജീവനമാണ് ആടുജീവിതം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ஒரு சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? തുറക്കാൻ പോകുന്ന ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞാൽ ജനം എന്ത് ചെയ്യും? സാധാരണയിലും അധികമായി വെള്ളം കയറിയ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. കേരളം മുഴുവൻ മഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന 2018 ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ 176 കോടിയാണ് നേടിയത്. 2018 കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം നാം നേരിട്ടത്. ഒരുപാട് പേർക്ക് ജീവിതവും ജീവനും നഷ്ടപ്പെടുത്തിയ ഒരു മഹാമാരിയായിരുന്നു 2018 ഓഗസ്റ്റിലെ പ്രളയം. ഇതായിരുന്നു ജൂഡ് ആന്റണിയുടെ സിനിമയുടെ പ്രമേയം. 2018 എന്ന സിനിമ നാം നേരിട്ട പ്രളയത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു. ഓസ്കാർ നോമിനേഷനിൽ ഇടം പിടിച്ചു എന്നതാണ് ഈ സിനിമയുടെ വലിയ വിജയം. മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. 234 കോടിയാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. ചിദംബരം എസ് പൊതുവാൾ സംവിധാനം നിർവഹിച്ച സിനിമയാണിത്. മലയാളികളെ പോലെ തന്നെ തമിഴിലും ഈ സിനിമയ്ക്ക് ആരാധകരേറെയാണ്. ഗുണ കേവിൽ അകപ്പെട്ട തങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയാണിത്. സാത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഇടം പിന്നീട് ഗുണ കേവായി മാറിയത് കമൽ ഹാസന്റെ ഗുണ എന്ന സിനിമയ്ക്ക് ശേഷമാണ്. ആടുജീവിതം ദ ഗോഡ് ലൈഫ്. ബെന്യാമിൻ രചിച്ച ആടുജീവിതം നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലെസ്സി ഈ സിനിമ നിർമ്മിച്ചത്. നജീബ് എന്ന വ്യക്തിയുടെ അതിജീവനത്തിന്റെ നേർക്കാഴ്ചയാണിത്. നിലവിൽ 150 കോടി ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ കൂടിയാണ്. ഇന്ത്യയിൽ നിന്നും ജീവിതമാർഗം തേടി അന്യരാജ്യത്ത് ചെന്ന് മരുഭൂമിയിൽ അകപ്പെട്ട 2 വ്യക്തികളുടെ ദുരനുഭവമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമ കണ്ടുവന്ന ഓരോ പ്രേക്ഷകന്റെയും കണ്ണ് നിറയ്ക്കുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. Must walk till die. എവ്രിവൺ ഈസ് എ ഹീറോ. ഈ 3 ചലച്ചിത്രങ്ങൾക്ക് പിറകിലും ഒരു റിയൽ ലൈഫ് ഹീറോ ഉണ്ട്. ഇത്തരം സിനിമകളാണ് ഹിഡൻ ഹീറോസിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇനിയും നമുക്ക് മുന്നിലേക്ക് എത്തിപ്പെടാത്ത എത്രയെത്ര ഹീറോസ്.